ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ TMJ ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഒരു TMJ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യുക. ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഒട്ടും പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം ഈ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് കറന്റ് കണ്ടീഷൻ വേഴ്സൺ ആവാണ്ട് നോക്കുക. ശ്രദ്ധിക്കേണ്ട 5 പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. പോയിന്റ് നമ്പർ 1, നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫ്രണ്ട് ടൂത്ത് വെച്ച് ബൈറ്റ് അടിക്കുക. ഫോർ എക്സാമ്പിൾ ആപ്പിൾ അല്ലെങ്കിൽ പേരയ്ക്ക പോലത്തെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ മുറിച്ച് ഏറ്റവും ചെറിയ പീസസ് ആക്കി കഴിക്കുക. പോയിന്റ് നമ്പർ 2, വലിയ സൈസുള്ള ഭക്ഷണങ്ങൾ, അതായത് ബർഗർ പോലുള്ള ഭക്ഷണങ്ങൾ ഒന്നിച്ച് വായിൽ വെക്കാതിരിക്കുക. അത് ജോയ്ക്ക് ഭയങ്കര സ്ട്രെയിൻ കൊടുക്കും. അപ്പൊ അത്രയും ഇഷ്ടമാണ് കഴിക്കാനെങ്കിൽ കട്ട് ചെയ്ത് ഏറ്റവും ചെറിയ പീസസ് ആക്കി കഴിക്കുക. ഇനി 3ാമത്തെ പോയിന്റ്, നമ്മൾ കോട്ട് വരുന്ന സമയത്ത് കൈകൊണ്ട് കവർ ചെയ്തിട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മളൊരു പെർട്ടിക്കുലർ പോയിന്റിൽ കൂടുതൽ ജോ മസിൽസ് ഓപ്പൺ ആവില്ല. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ TMJ പ്രശ്നമുള്ളവരുടെ ജോ ഡിസ്ലൊക്കേറ്റ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇനി 4ാമത്തെ പോയിന്റ്, ഇത് കൂടുതൽ യൂസ്ഫുൾ ആവുക കോൾഡ് ക്ലൈമറ്റ്സിൽ താമസിക്കുന്ന ആൾക്കാർക്കാണ്. ഭയങ്കര തണുപ്പാകുമ്പോൾ ജോ മസിൽസ് ഭയങ്കരമായിട്ട് കൺട്രാക്ട് ആവും. അപ്പൊ ഇവർക്ക് പെയിൻ കുറച്ചും കൂടി കൂടുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പൊ അവര് ഇടയ്ക്കിടയ്ക്ക് ഹീറ്റ് കംപ്രഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ചൂടുവെള്ളം വായിൽ കൊള്ളുക. ഇത് നല്ല റിലീഫ് തരും. ഇനി 5ാമത്തെ പോയിന്റിലാണ് മസാജ് തെറാപ്പി വരുന്നത്. ഇത് നമ്മൾ മഗ്നീഷ്യം ഓയിൽസ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ മഗ്നീഷ്യം എന്ന് കമന്റ് ചെയ്യുക, ഇൻസ്ട്രക്ഷൻസ് സെൻഡ് ചെയ്യുക.